തൊട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ചെറിയൊരു വ്യത്യാസം വരുവാണ്. മീൻസ് ഇത്രയും നാൾ ഞാൻ നേരെ ഫേസ് ടു ഫേസ് ക്ലാസ് എടുത്തിരുന്നത്. ഇന്ന് തൊട്ട് നമ്മൾ ക്ലാസ് മീൻസ് നോട്ട്സ് ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ക്ലാസ് മാറ്റുകയാണ്. അപ്പം ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ +2ൻ്റെ ബാക്കി ക്ലാസ്സസ് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു വച്ചിരുന്നത് ഫങ്ഷൻസ് എന്താണ്, അതിൽ തന്നെ 1-1 ഫംഗ്ഷൻ എന്താണ്, ഓൺ-ടു ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പം അത് കാണാത്തവർ, ആ ഒരു വീഡിയോസ് കാണാത്തവർ കാണുക. കാരണം അത് കണ്ട് മനസ്സിലായാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്താണ്. മീൻസ് +2 ചാപ്റ്റർ മാത്സിൽ ചാപ്റ്റർ 1 സെക്ഷൻ 1.4 ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി രണ്ട് ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി. അപ്പം ഈ രണ്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ജസ്റ്റ് രണ്ട് ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്. മീൻസ് രണ്ട് ഫിഗറല്ല, ഒരൊറ്റ ഫിഗറായിട്ട് കൊടുത്തിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ, ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറയുന്ന ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫങ്ഷൻസിൻ്റെയും കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി ഡിഫൈൻഡ് ബൈ അല്ലെങ്കിൽ ഗിവൺ ബൈ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. അപ്പം ആ ഒരു ഫിഗറിൽ നോക്കിയേ, എഫ് ഫ്രം എ ടു ബി ആണ്. അപ്പോൾ നമുക്ക് എക്സ് എലമെൻറ്റ് ഓഫ് എ എടുക്കാം. എക്സ് എയിൽ നിന്നെടുത്തു. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? എഫിൻ്റെ ഇമേജ് മീൻസ് എക്സിൻ്റെ ഇമേജ് അണ്ടർ എഫ് മീൻസ് നമുക്കതെങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടുന്ന? ബിയിൽ നിന്ന് സിയിലേക്ക്. അപ്പോൾ സിയിലാണ് ജീൻ്റെ ഇമേജസ് വരിക അല്ലേ? അപ്പോൾ ബിയിലുള്ള എലമെൻസിൻ്റെ ഇമേജാണ് സിയിൽ വരിക. ബിയിലുള്ള എലമെൻസിൻ്റെ ഫോം എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അണ്ടർ ജി അതിൻ്റെ ഇമേജ് എങ്ങനെ വരും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നോക്കിയേ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് നോക്കിയേ, എഫ് എവിടുന്ന് തുടങ്ങുന്നോ അവിടെ തുടങ്ങി ജി എവിടെ അവസാനിക്കുന്നോ അവിടെ എത്തണം. എഫ് എവിടുന്നാണ് തുടങ്ങുന്നത്? എയിൽ നിന്ന് തുടങ്ങി ജി എവിടെ അവസാനിക്കുന്നത്? സിയിൽ. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് സിയിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മളൊരു കോമ്പോസിഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. മീൻസ് കുറച്ചധികം എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം മീൻസ് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് മീൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി if f from R to R and g from R to R given by f of x is equal to cos x and g of x is equal to 3x square. Show that G composition F not equal to F composition G. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് G composition Fഉം F composition Gയും ആണ്. അപ്പോൾ ഇവിടെ G composition F എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കി. G composition F of x is equal to നമുക്ക് എന്ത് എഴുതാം? G composition F of x is equal to G of F of x നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് അല്ലേ? അപ്പോൾ G of F of x ഈക്വൽ ടു F of x എങ്ങനെ ഡിഫൈൻ ചെയ്യിക്കുന്നത്? cos x ആണ്. അപ്പോൾ G of cos x വരും. G of cos x. G of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 3x² അല്ലേ? അപ്പോൾ G of cos x എങ്ങനെ വരും നമുക്ക്? 3 × cos x ഹോൾ സ്ക്വയർ മീൻസ് 3 cos square x. 3 cos square x നമുക്ക് G കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാ നോക്കണ്ടേ? എഫ് കോമ്പോസിഷൻ ജി ആണ് അല്ലേ? അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? 3x² അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? എഫ് ഓഫ്
3x². ഇനി എഫ് ഓഫ് 3x², എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? കോസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് 3x² എങ്ങനെ വരും? കോസ് 3x². അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിയുമ്പം 3 cos² x നോട്ട് ഈക്വൽ ടു കോസ് 3x² ആണ് അല്ലേ? ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ. മീൻസ് ഈ ഒരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നേരെ അടുത്ത എക്സാമ്പിൾ നോക്കി. അടുത്തത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ആർ 1 1, then G composition F from A to C is 1 1. അപ്പോൾ നമുക്കിത് കാണിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? എഫ് എന്ന് പറയുന്നത് 1 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജി എന്ന് പറയുന്നതും 1 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഈസ് 1 1, എഫ് ഈസ് 1 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ്. നമുക്കിവിടെ ഇംപ്ലൈസിന് പകരം സച്ച് ദാറ്റ് അങ്ങനെ കൊടുക്കാം. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് അതിൻ്റെ ഡെഫിനിഷൻ x1 ഈസ് ഈക്വൽ ടു x2. മീൻസ് 1 1 ഫംഗ്ഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു 1 1 ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം അതുപോലെ തന്നെ ജി ഈസ് 1 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ജി ഈസ് 1 1 സച്ച് ദാറ്റ് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ജി ഓഫ് x1 ഈസ് ഈക്വൽ ടു ജി ഓഫ് x2 implies x1 is equal to x2 for all x1 x2 ആണ്, for all x1 x2. അപ്പോൾ നമ്മളുടെ മീൻസ് ഇവിടെ ഇത് ജി ഓഫ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ x1 x2 എവിടെയായിരിക്കണം? x1 x2 എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കണം. ഇനി എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2 വരുമ്പം x1 x2 എവിടെയായിരിക്കണം? x1 x2 എവിടെ ഉണ്ടാവണം? x1 x2 എയിലുണ്ടാവണം. കാരണം എയിൽ നിന്നാണ് എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ബിയിൽ നിന്നാണ് ജി ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് കാണിക്കണം അല്ലേ? ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് നോക്കി. ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 എന്ന് നമ്മൾ എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എവിടെ എത്തിക്കണം? x1 ഈസ് ഈക്വൽ ടു x2 എന്ന് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് പറയാം. മീൻസ് നമുക്കിതിനെ ഡെഫിനേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ജി 1 1 ആണ്, അതുകൊണ്ട് ജി ഓഫ് x1 ഈസ് ഈക്വൽ ടു ജി ഓഫ് x2 ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2 ആണ്. ഇവിടെ എഫ് ഓഫ് x1 ജി ഓഫ് എഫ് ഓഫ് x1 ജി ഓഫ് എഫ് ഓഫ് x2 അങ്ങനെയല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. സിൻസ് എന്താ? സിൻസ് ജി ഈസ് 1 1, സിൻസ് ജി ഈസ് 1 1. ഇനി എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? x1 ഈസ് ഈക്വൽ ടു x2 സിൻസ് എഫ് ഈസ് 1 1. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? x1 ഈസ് ഈക്വൽ ടു x2. കാരണം എന്താ? സിൻസ് എഫ് ഈസ് 1 1, സിൻസ് എഫ് ഈസ് 1 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇംപ്ലൈസ് ജി കോമ്പോസിഷൻ എഫ് ഈസ് 1 1. സോ ഇതൊരു എന്താ പറയുക, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് എന്തായാലും ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ആർ ഓൺ ടു, ദെൻ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി ഈസ് ഓൾസോ ഓൺ ടു. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് ഫങ്ഷൻസ് എഫും ജിയും തന്നിട്ടുണ്ട്. എഫ് ഫ്രം എ ടു ബി ആണ്, എഫ് ഫ്രം എ ടു ബി, എ ബി. അപ്പം ഇത് എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി, ജി ഫ്രം ബി ടു സി. അപ്പോൾ രണ്ടുപേരും എന്താണ്? ഓൺ ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൺ ടുവിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യണം. ഓൺ ടു ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എഫ് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ബിയിൽ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻ്റ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും അല്ലേ? അപ്പോൾ മീൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രീ ഇമേജ് എയിലുണ്ടാവും. മീൻസ് ഫോർ ഓൾ വൈ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബി there exists x element of capital A such that f of x is equal to y. ഇത് എന്തുകൊണ്ടാണ്?
എഫ് ഓൺ ടു ആന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ഡെഫിനേഷൻ കിട്ടിയത്. ഇനി ജി ഓൺ ടു ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജി ഓൺ ടു എന്ന് പറഞ്ഞാൽ ജി എവിടെ നിന്ന് എവിടേക്കാണ്? ബിയിൽ നിന്ന് സിയിലേക്കാണ് അല്ലേ. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്കാകുമ്പം സിയിൽ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? ഫോർ ഓൾ ഒരു സെഡ് ഞാൻ എടുക്കുകയാണ്. ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് സി ദർ എക്സിസ്റ്റ് വൈ അല്ലേ നമ്മളിപ്പോൾ ബിയിൽ എടുത്തിട്ടുള്ളത്. ദർ എക്സിസ്റ്റ് വൈ എലമെൻറ്റ് ഓഫ് ബി സച്ച് ദാറ്റ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു സെഡ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്? ജി ഓൺ ടു ആന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റിയത്. ഓക്കെ അല്ലേ. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കി. ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണെന്നാണ് കാണിക്കേണ്ടത്. ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പം നമ്മൾ സിയിൽ ഒരു എലമെൻ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം അല്ലേ. അപ്പം ഞാൻ എടുക്കുകയാണ്. ലെറ്റ് സെഡ് എലമെൻറ്റ് ഓഫ് സി എടുത്തു. നമ്മൾ ഓൾറെഡി സെഡ് സിയിലെ എലമെൻറ്റ് സെഡ് ഫോമിൽ എടുത്തുകൊണ്ട് സെഡ് എലമെൻറ്റ് ഓഫ് സി എടുത്തു. ഇനി സെഡ് എലമെൻറ്റ് ഓഫ് സി ആയതുകൊണ്ട് മീൻസ് ജി ഓൺ ടു ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് വൈ എലമെൻറ്റ് ഓഫ് ബി സച്ച് ദാറ്റ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്താണ്? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു സെഡ്. ഇനി അതുപോലെ തന്നെ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു സെഡ്. അപ്പോൾ വൈ എലമെൻറ്റ് ഓഫ് ബി ഉണ്ട്. ബിയിലെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. കാരണം എഫ് ഓൺ ടു ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എക്സ് എലമെൻറ്റ് ഓഫ് means for all y element of b there exists x element of a such that f of x is equal to y. ഇനി നമുക്ക് എന്ത് കാണിക്കണം? ജി കോമ്പോസിഷൻ മീൻസ് നമുക്കിപ്പോൾ എയിൽ ഒരു എലമെൻറ്റ് കിട്ടി അല്ലേ. എ മീൻസ് ഇത് പുറകോട്ട് പോയി എയിൽ ഒരു എലമെൻറ്റ് എക്സ് കിട്ടി നമുക്ക്. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് നോക്കി. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സെഡ് ആണെന്ന് ഇനി നമുക്ക് കാണിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സെഡ് ആണെന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിയിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് എവിടെയുണ്ട്? എയിലുണ്ടെന്ന് കിട്ടും. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെ ചെയ്യും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് x is equal to g of f of x. g of f of x is equal to f of x is equal to എന്താണ്? y ആണ്. മീൻസ് g of y. ഇനി g of y നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? z കിട്ടിയിട്ടുണ്ട്. അപ്പോൾ g of y is equal to z. മീൻസ് for all z element of c there exists x element of a such that g composition f of x is equal to z. ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൺ ടു. സോ ഈ ഒരു പ്രൂഫ് നല്ല സിമ്പിളായിട്ട് ആ ഒരു ഡെഫിനേഷൻ ഓൺ ടു ഫംഗ്ഷൻ എന്താണ് എന്നുള്ളൊരു ഡെഫിനേഷൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിൻ്റെ പ്രൂഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റിനും ഈ രണ്ട് ക്വസ്റ്റിനും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ചെയ്ത് പഠിക്കുക. ഇനി നെക്സ്റ്റ് ഒരു റിമാർക്ക് ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. മീൻസ് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് എൻട്രൻസ് എക്സാം എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ എൻട്രൻസ് എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. മീൻസ് നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എഫ് ഫ്രം എ ടു ബിയും ജി ഫ്രം ബി ടു സിയും എടുത്തു കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് എവിടേക്കാണ്? എയിൽ നിന്ന് സിയിലേക്കാണ്. ഇനി ആ റിമാർക്കുകൾ 2 എണ്ണമായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം ഒന്നാമത്തെ റിമാർക്ക് നോക്കിയേ. ജി കോമ്പോസിഷൻ എഫ് 11 ആണെങ്കിൽ എഫ് 11 ആകാം, പക്ഷേ ജി 11 ആകണമെന്ന് നിർബന്ധമില്ല. മീൻസ് ഇഫ് ജി കോമ്പോസിഷൻ എഫ് ഈസ് 11 ദെൻ എഫ് ഈസ് 11 ആൻഡ് ജി ഈസ് നോട്ട് നെസസറിലി 11. അപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കി. ലെറ്റ് എഫ് ഫ്രം ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ മതി. ലെറ്റ് സെറ്റ് 1 2 3 4 2 സെറ്റ് 1 2 3 4 5 6 ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ്. അപ്പോൾ എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ്. ഇനി നമ്മൾ നേരെ തിരിച്ചല്ല ഡിഫൈൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ജി ഫ്രം സെറ്റ് 1 2 3 4 5 6 ടു സെറ്റ് 1 2 3 4 5 6 ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 1 2 3 4 1 2 3 4 വരെ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. നെക്സ്റ്റ് ജി ഓഫ് 5ഉം ജി ഓഫ് 6ഉം എന്താണ്? 6 ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ജി കോമ്പോസിഷൻ എഫ് നമുക്ക് 1 കിട്ടും. കാരണം ഞാൻ അതിൻ്റെ പ്രൂഫ് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് x2.
മീൻസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ജി കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 1 2 3 4 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് നമ്മളിവിടെ ഇവിടെ നിന്ന് എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്? ഫംഗ്ഷൻ എഫ് സെറ്റ് 1 2 3 4 തൊട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് സെറ്റ് 1 2 3 4 തൊട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു x1 x2 വാല്യൂസ് എവിടെ വരെ കൺസിഡർ ചെയ്താൽ മതി? 1 2 3 4 വരെ കൺസിഡർ ചെയ്താൽ മതി. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 1 2 3 4 വരെ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇത് എന്തെഴുതി? എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഫോർ x1 x2 ഈസ് ഈക്വൽ ടു 1 2 3 4 implies x1 ഈസ് ഈക്വൽ ടു x2. കാരണം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഫോർ എക്സ് മീൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ്. എക്സ് എവിടുന്ന? സെറ്റ് 1 2 3 4 എന്ന്. അപ്പം സെറ്റ് 1 2 3 4 തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x1 ഈസ് ഈക്വൽ ടു x2 മീൻസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് 1 1 ആണ് കിട്ടി. ഇനി നമ്മൾ നോക്കുമ്പം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എഫ് 1 1 ആണ്. ഇനി നേരെ തിരിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെന്ന് നോക്കിയേ, സെയിം ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് സെയിം ഇമേജ് കിട്ടി. 5 എന്ന് പറയുന്ന എലമെൻറ്റിനും 6 എന്ന് പറയുന്ന എലമെൻറ്റിനും സെയിം ഇമേജ് ആണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ജി 1 1 അല്ല. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. സിൻസ് ജി ഓഫ് 5 ഈസ് ഈക്വൽ ടു ജി ഓഫ് 6 ഈസ് ഈക്വൽ ടു 6 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഹാവ് സെയിം ഇമേജ് അണ്ടർ ജി ഇംപ്ലൈസ് ജി ഈസ് നോട്ട് 1 1. അതാണ് നമ്മൾ പറഞ്ഞ് ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് വെച്ചിട്ട് ജി 1 1 ആവണമെന്നില്ല. പക്ഷേ എഫ് എന്തായാലും 1 1 ആയിരിക്കും. അതാണ് ഈ ഒരു ഒന്നാമത്തെ റിമാർക്ക്. ഇനി രണ്ടാമത്തെ റിമാർക്ക് നോക്കിയേ. ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണെങ്കിൽ ജി ഓൺ ടു ആകാം, പക്ഷേ എഫ് ഓൺ ടു ആകണമെന്നില്ല. കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജി കോമ്പോസിഷൻ എഫ് നമ്മൾ ഓൺ ടു ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ജി ഓൺ ടു ആണ്, പക്ഷേ എഫ് ഓൺ ടു ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കി. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ സെറ്റ് എഫ് 1 2 3 4 ന്ന് സെറ്റ് 1 2 3 4ലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ ജി ഫ്രം സെറ്റ് 1 2 3 4 ടു സെറ്റ് 1 2 3 ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 2 ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ജി കോമ്പോസിഷൻ എഫും കണ്ടുപിടിച്ചു. ഇത് നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഞാനിത് ഓരോ സ്റ്റെപ്പ് വൈസ് ചെയ്തിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 മീൻസ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് നോക്കുമ്പോൾ എഫ് സെറ്റ് 1 2 3 4 ന്ന് സെറ്റ് 1 2 3 4 3 4ലേക്ക് ജി സെറ്റ് 1 2 3 4 ന്ന് സെറ്റ് 1 2 3ലേക്ക്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എങ്ങനെയാണ്? എഫ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് സെറ്റ് 1 2 3 4 ന്ന്. ഇനി ജി എവിടെ അവസാനിക്കുന്നത്? സെറ്റ് 1 2 3ലേക്ക്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വരും? സെറ്റ് 1 2 3 4 ന്ന് സെറ്റ് 1 2 3ലേക്ക് പോകും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇമേജ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 2 3 4 അതിൻ്റെ ഇമേജ് എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പം ഈ സെറ്റ് 1 2 3 അതിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് വേണം, എന്നാലേ ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആവുള്ളൂ. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിനെല്ലാം കറസ്പോണ്ടിങ് പ്രീ ഇമേജ് നമുക്ക് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ജി നോക്കിക്കഴിയുമ്പം ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ച് നോക്കിക്കഴിയുമ്പം ഫോർ ഓൾ മീൻസ് ഓൺ ടു ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ജി ഓൺ ടു ആണെന്ന് കിട്ടി. പക്ഷെ നമ്മൾ എഫിലേക്ക് നോക്കിക്കഴിയുമ്പം ഈ ഒരു എഫ് എവിടെ നിന്ന് എവിടേക്കാണ്? സെറ്റ് 1 2 3 4 ന്ന് സെറ്റ് 1 2 3 4ലേക്കാണ് എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ പക്ഷേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ച് നോക്കിക്കഴിയുമ്പം ഈ സെറ്റ് 1 2 3 4ലെ 4ന് ഇപ്പറേ പ്രീ ഇമേജ് ഇല്ല. മീൻസ് എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോൾ 4 എലമെൻറ്റ് ഓഫ് സെറ്റ് 1 2 3 4 ദർ ഈസ് നോ പ്രീ ഇമേജ് ഫോർ 4 ഇൻ സെറ്റ് 1 2 3 4 അണ്ടർ എഫ്. മീൻസ് ഇതിൻ്റെ അകത്ത് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ആണ്, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 2 ആണ്, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിയുമ്പം 1ന് പ്രീ ഇമേജ് ഉണ്ട്, 2ന് പ്രീ ഇമേജ് ഉണ്ട്, 3ക്ക് പ്രീ ഇമേജ് ഉണ്ട്. 4ന് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. കാരണം ഇവിടെ നമുക്ക് എഫ് ഓഫ് 3യും എഫ് ഓഫ് 4ഉം 3 ആണ്. മീൻസ് നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിട്ട് 4ന് ഇവിടെ എഴുതാൻ പറ്റിയല്ല. ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ടാമത്തെ സെറ്റിൽ ഏതിലേക്കാണോ എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഓൺ ടു അല്ല. ദാറ്റ് മീൻസ് ഫോർ എലമെൻറ്റ് ഓഫ് സെറ്റ് 1 2 3 4 ദർ ഈസ് നോ പ്രീ ഇമേജ് ഫോർ 4 ഇൻ സെറ്റ് 1 2 3 4 അണ്ടർ എഫ് ഇംപ്ലൈസ് എഫ് ഈസ് നോട്ട് 1 2 എഫ് ഈസ് നോട്ട് ഓൺ ടു. അപ്പം ഇതാണ് ഈ രണ്ട് റിമാർക്കാണ് ചെറുതായിട്ടൊരു ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. മീൻസ് നമ്മൾ പറഞ്ഞു ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെങ്കിൽ എഫ് 1 1 ആയിരിക്കും, ജി
11 ആയിരിക്കണമെന്നില്ല. ഇനി നേരെ തിരിച്ച് ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണെങ്കിൽ എഫ് ഓൺ ടു അല്ല, പക്ഷേ ജി ഓൺ ടു ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് നോക്കിയേ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ if there exists a function g from y to x such that g composition f is equal to ix. ix എന്ന് ഉദ്ദേശിക്കുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് ആൻഡ് എഫ് കോമ്പോസിഷൻ g is equal to iy. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. എഫ് എക്സിൽ നിന്ന് വൈയിലേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇവിടെ കാണിക്കുകയാണ്. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കാണ്. ഇനി എഫ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ജി ഫ്രം y to x, g from y to x such that നോക്കി ജി കോമ്പോസിഷൻ എഫ്, ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്കാണ് നോക്കി. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തുടങ്ങി ജി എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വരെ. മീൻസ് എഫ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എക്സിൽ നിന്ന്. ഇനി ജി എവിടെയാണ് അവസാനിക്കുന്നത്? എക്സിൽ തന്നെ. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്കാണ്? എക്സിൽ നിന്ന് എക്സിലേക്ക്. എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് പറഞ്ഞത്. ഇനി എഫ് കോമ്പോസിഷൻ ജി നോക്കിയേ. എഫ് കോമ്പോസിഷൻ ജി നോക്കാൻ വേണ്ടിയിട്ട് ജി എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തുടങ്ങി എഫ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ എത്തണം. അപ്പോൾ ജി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വൈയിൽ നിന്ന്. അപ്പോൾ ജി വൈയിൽ നിന്ന് തുടങ്ങി എഫ് എവിടെയാണ് അവസാനിക്കുന്നത്? വൈയിലേക്ക്. അപ്പോൾ വൈയിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ജി. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? എഫ് കോമ്പോസിഷൻ ജി ഈസ് ഫ്രം വൈ ടു വൈ, മീൻസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ ആണ് എഫ് കോമ്പോസിഷൻ ജി. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസിൻ്റെ കണ്ടീഷനായി എഫ് ഫ്രം എക്സ് ടു വൈ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ there exists a function g from y to x such that g composition f is equal to ix and f composition g is equal to iy. അപ്പോൾ നമ്മൾ അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ ജീനെ നമ്മൾ എന്ത് വിളിക്കും? എഫ് ഇൻറ്റു ഇൻവേഴ്സ് എന്ന് വിളിക്കും. ഡിനോഷൻ എങ്ങനെയാണ്? ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ജി. ഇനി ഒരു ചെറിയൊരു റിമാർക്കാണ്. മീൻസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിമാർക്കാണ്. മീൻസ് ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. എഫ് 1 ഓൺ 2 ആണെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എഫ് 1 ആൻഡ് ഓൺ 2 ആയിരിക്കും. മീൻസ് എഫ് ഈസ് 1 ആൻഡ് ഓൺ 2 ഇഫ് ആൻഡ് ഓൺലി ഈഫ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഈ ഒരു കാര്യം എന്തായാലും മനസ്സിലോർത്ത് വെക്കുക. ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ എന്തായിരിക്കണം? എഫ് 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഇനി 1 ഓൺ 2 ആണെങ്കിൽ എന്തായിരിക്കണം? ഇൻവേർട്ടിബിൾ. 1 ഓൺ 2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായാലും ഇൻവേർട്ടിബിളും ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇനി 2 തിയറം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തിയറം ഒന്ന് നോക്കിയേ. എഫ് ഫ്രം എക്സ് ടു വൈയും ജി ഫ്രം വൈ ടു സെഡും എച്ച് ഫ്രം സെഡ് ടു എസും നമ്മൾ ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. മീൻസ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം ഈ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ് എന്നുള്ളൊരു പ്രൂഫ്, ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൂഫ് നമുക്ക് നോക്കാം. സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻസ് എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തത്? എഫ് ഫ്രം എക്സ് ടു വൈ, ജി ഫ്രം വൈ ടു സെഡ്, എച്ച് ഫ്രം സെഡ് ടു എസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇമേജസ് ജസ്റ്റ് വരച്ച് നോക്കുകയാണെങ്കിൽ 4 വേണം അല്ലേ? 4. അതിൻ്റെ അകത്ത് എഫ് എക്സിൽ നിന്ന് വൈയിലേക്ക്, ജി വൈയിൽ നിന്ന് സെഡിലേക്ക്, ഇനി എച്ച് എവിടെ നിന്ന് എവിടേക്കാ? സെഡിൽ നിന്ന് എസ്സിലേക്ക്. അപ്പോൾ നമ്മളിത് നോക്കിക്കഴിയുമ്പം എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്. ഇനി നേരെ തിരിച്ച് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതും നമ്മൾ? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ കോമ്പോസിഷൻ ഫംഗ്ഷൻസിൻ്റെ. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടും? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം?
എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അപ്പം ഈ ഒരു കാര്യമാണ് ഈ തിയറത്തിൽ. ഇറ്റ് മീൻസ് സിമ്പിൾ പ്രൂഫാണ്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മീൻസ് പഠിക്കേണ്ട പോലും കാര്യമില്ല. കോമ്പോസിഷൻ ഡെഫിനേഷൻ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് നിങ്ങളോട് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്, ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം ഇതുവരെയും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ട് എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷനായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്കൊരു തിയറം കൂടിയേ പഠിക്കാനുള്ളൂ. തിയറം ഇതാണ് പറയുന്നത്: let f from x to y and g from y to z be two invertible functions. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് വരച്ചു നോക്കാം. എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ, ജി എന്ന് പറയുന്നത് വൈയിൽ നിന്ന് സെഡിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പം എക്സ് വൈ സെഡ്. എഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സിൽ നിന്ന് വൈയിലേക്ക്, ജി എന്ന് പറയുന്നത് വൈയിൽ നിന്ന് സെഡിലേക്ക്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് ആണ് അല്ലെ. ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എഫിനൊരു ഇൻവേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ടു സെഡ്. എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ടു സെഡ്. ഇനി ജിയും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? സെഡ്, ഞാനിവിടെ സെഡ് ആണല്ലേ മാർക്ക് ചെയ്ത്, ഇത് ജി ആണ്. ഓക്കെ, ജി വൈ ടു സെഡ് ആണെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് സെഡിൽ നിന്ന് വൈയിലേക്ക് ജി ഇൻവേഴ്സും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാം നോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കി, ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ വിത്ത് ജി കോമ്പോസിഷൻ എഫ് ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് എവിടം തൊട്ട് എവിടം വരെയാന്ന് നോക്കിയേ. ജി കോമ്പോസിഷൻ എഫ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? എഫ് എവിടുന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങി ജി എവിടെയാണോ അവസാനിക്കുന്നത്. അപ്പൊ എഫ് തുടങ്ങുന്നത് എക്സിൽ നിന്ന്, ജി അവസാനിക്കുന്നത് സെഡിൽ. അപ്പം ജി കോമ്പോസിഷൻ എഫ് ഫ്രം എക്സ് ടു സെഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്താ കാണിക്കണ്ടേ? ജി കോമ്പോസിഷൻ എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. വിത്ത് ജി കോമ്പോസിഷൻ എഫിന്റെ ഇൻവേഴ്സ് എന്താണെന്നും കൂടെ കാണിക്കണം. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് കാണിക്കണം. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ കണ്ടായിരുന്നു. മീൻസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ടു വൈ ആണ്. ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ നമുക്ക് ജി ഫ്രം വൈ ടു എക്സ് സച്ച് ദാറ്റ് ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സ് ആവും. എങ്ങനെ? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐ എക്സും എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐ വൈയും ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു തിയറത്തിലേക്ക് നോക്കി, നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താ നോക്കി, ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് എഫ് ഇൻവേഴ്സ് ജി കോമ്പോസിഷൻ എഫ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു എവിടം തൊട്ട് എവിടം വരെയാണ്? എക്സിൽ നിന്ന് അല്ലെ. അപ്പം ഈസ് ഈക്വൽ ടു ഐ എക്സും അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണെന്നും കാണിച്ചാൽ മതി, ഐ വൈയും ആണെന്നും കാണിച്ചാൽ മതി. ഈ ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. മീൻസ് എഫും ജിക്കും പകരം ഇവിടെ എഫിന് പകരം ഏതാ കിടക്കുന്നത്? ജി കോമ്പോസിഷൻ എഫ് ആണ്. ഇനി അതിന്റെ എഫിന്റെ ഇൻവേഴ്സ് ജിക്ക് പകരം ഇവിടെ ആരാ കിടക്കുന്നത്? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ്. സോ ജി കോമ്പോസിഷൻ എഫ് ആണ് ഇവിടെ നമ്മൾ ഐ എക്സ് ആയിട്ട് ഡെഫിനിഷനിൽ പറഞ്ഞു. ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സ്. അതിന്റെ പകരം ഇവിടെ എങ്ങനെ എഴുതി? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എന്നും ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐ വൈ എന്നും നമുക്ക് കാണിക്കണം. അപ്പൊ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രൂഫാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എന്ന് നമുക്ക് കാണിക്കണം അല്ലെ. അപ്പം ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിവിടെ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിരുന്നു, കോമ്പോസിഷന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതെങ്ങനെ ഇത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി
കോമ്പോസിഷൻ ജി. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. ബ്രാക്കറ്റ് ഇട്ട് തിരിക്കുന്നതാണ് ഈ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മുടെ തിയറം 1 ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. മീൻസ് തിയറം 1 നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചത് അല്ലേ. അപ്പം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി. ഇതിനെ തിരിച്ചു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി, ഒരു കോമ്പോസിഷൻ എഫും കൂടിയുണ്ട്. ഇനി ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും കൂടെ കോമ്പോസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ജി എവിടെ നിന്ന് എവിടേക്കുള്ള ഫംഗ്ഷൻ ആണ്? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി വൈ ടു വൈയും ജി ഇൻവേഴ്സ് വൈ ടു സെഡ് ജിയും ജി ഇൻവേഴ്സ് സെഡ് ടു വൈയും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നേരെ തിരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ ആണെന്ന് കിട്ടും. സോ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ഐ വൈ കോമ്പോസിഷൻ എഫ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ഐ വൈ കോമ്പോസിഷൻ എഫ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ഐ വൈ കോമ്പോസിഷൻ എഫ്. എഫ് ഇൻവേഴ്സും ഐഡന്റിറ്റി ഫംഗ്ഷനും കൂടെ കോമ്പോസിഷൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഇൻവേഴ്സ് തന്നെയാണ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്താണ്? ഐ എക്സ് ആണ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ത് കിട്ടും? നമുക്ക് ഐ എക്സ് കിട്ടും. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? സിമിലർ ഫാഷനിൽ നമ്മൾ പ്രൂവ് ചെയ്യുമ്പം ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഐ വൈ ആണ്. ഐ വൈ. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore ജി കോമ്പോസിഷൻ ഈസ് ഇൻവേർട്ടിബിൾ. ജി കോമ്പോസിഷൻ ഈസ് ഇൻവേർട്ടിബിൾ വിത്ത് എന്താണ് കാര്യം? ഇൻവേർട്ടിബിളും ആണ്. അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഏതായിട്ട് എടുക്കാം? നമുക്ക് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫിന്റെ ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ജി കോമ്പോസിഷൻ എഫ് ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഈ ഒരു തിയറത്തിന്റെ പ്രൂഫ്. അപ്പൊ ഈ ഒരു 2 തിയറം നല്ല സിമ്പിൾ കാര്യങ്ങളാണ്. ഒന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സെക്ഷനിൽ ഇനി ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കാനുള്ളത്. മീൻസ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. അപ്പം ഇതുപോലെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻസ് സോൾഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലായവർ എന്ത് ചെയ്യുക? ഇതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് തന്നെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇവിടെ ലെറ്റ് എഫ് ഫ്രം എൻ ടു വൈ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് വൈ എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x plus 3. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x plus 3. ഇനി y എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കിയേ. വൈയിലുള്ളത് സ്മോൾ ലെറ്റർ y ആണ്. സച്ച് ദാറ്റ് ആ വൈയുടെ എല്ലാ ഫോം എങ്ങനെയായിരിക്കും? y ഈസ് ഈക്വൽ ടു 4x plus 3 ഫോർ സം എക്സ് എലമെന്റ് ഓഫ് n. നമുക്ക് കാണിക്കേണ്ടത് ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ്. അപ്പം എഫ് ഇൻവേർട്ടിബിൾ ആണെന്നും കാണിക്കണം. അതുപോലെ തന്നെ അതിന് ഇൻവേഴ്സും ഉണ്ടെങ്കിൽ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്തായാലും ഇൻവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു ഇൻവേഴ്സ് ഏതാണ് എന്ന് നമുക്ക് പറയണം. അപ്പം അതിനു വേണ്ടി നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ മീൻസ് എഫ് ഫ്രം എക്സ് ടു വൈ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് വൈ ടു എക്സ് വേറൊരു ഫംഗ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സും മീൻസ് എഫ് ഫ്രം എക്സ് ടു വൈയും ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ കണ്ടീഷൻ? ദെൻ ദെയർ എക്സിസ്റ്റ് ജി ഫ്രം വൈ ടു എക്സ് സച്ച് ദാറ്റ് എന്തൊക്കെയായിരുന്നു? ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സും എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ വൈയും കിട്ടും അല്ലേ. അപ്പം ഇനി സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്? എഫ് എന്നിൽ നിന്ന് വൈയിലേക്കാണ്. ഈ ഒരു എഫിനാണ് നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. മീൻസ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് കാണിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്യണം? എഫ് ഫ്രം എൻ ടു വൈ ആണെങ്കിൽ ഇൻവേഴ്സ് എവിടം തൊട്ട് എവിടെയായിരിക്കും? വരെ ആയിരിക്കും? വൈ തൊട്ട്
n വരെയായിരിക്കും ഇൻവേഴ്സ് ഉണ്ടാവുക, y തൊട്ട് n വരെയായിരിക്കും ഇൻവേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാനൊരു g ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. g ഫ്രം y ടു n ആയിട്ടുള്ളൊരു ഫംഗ്ഷനെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തെടുക്കണം? ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. y എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ y എടുത്തു. ഇവിടെ നിന്നൊരു y എലമെൻറ്റ് എടുത്തു. y എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ y, yയിലെ എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയാണ്? 4x + 3 ആണ് അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 4x + 3. y ഈസ് ഈക്വൽ ടു 4x + 3. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എക്സിൻ്റെ വാല്യൂ എഴുതാൻ പോവാണ്. മീൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ 3നെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ y - 3 ഈസ് ഈക്വൽ ടു 4x ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? y - 3/4 അല്ലേ? അപ്പം എക്സ് എവിടെയുള്ള എലമെൻ്റ് ആണ്? എന്നിലുള്ള എലമെൻ്റ് ആണ്. അപ്പം നമുക്കിവിടെ ഫംഗ്ഷൻ നമ്മുടെ ഡിഫൈൻഡ് ആയി. നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു y - 3/4. ഇനി ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. g ഫ്രം y ടു n സച്ച് ദാറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? സച്ച് ദാറ്റ് g ഓഫ് y ഈസ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ, ഇവിടെയുള്ള ഫംഗ്ഷൻ്റെ ഫോം എങ്ങനെയാണ്? ഇവിടെയുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? y - 3/4 ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ g ഓഫ് y ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? g ഓഫ് y ഈസ് ഈക്വൽ ടു y - 3/4 ആയിട്ട് എഴുതി. ഇനി ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇത് ഇൻവേഴ്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. മാത്സിൽ എന്ത് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞത്? g ഇതിൻ്റെ ഇൻവേഴ്സ്, g ഫ്രം y ടു എക്സ്, എഫ് ഫ്രം എക്സ് ടു വൈയുടെ ഇൻവേഴ്സ് ആകണമെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എന്നും എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ വൈ എന്നും നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ പ്രൂവ് ചെയ്താൽ മതിയല്ലോ. മീൻസ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടെ ഏതിലെ ഫംഗ്ഷൻ ആയിരിക്കും? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സിലെ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? സോറി, എന്നിലെ ഫംഗ്ഷൻ ആയിരിക്കും. n ടു വൈയും y ടു എന്നും ആണ്. അപ്പം ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ n, എന്നിലെ ഒരു എലമെന്റ് എങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? എക്സ് ആയിട്ടാണ്, എക്സ് എലമെന്റ് ഓഫ് n ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? 4x + 3 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? ജി ഓഫ് 4x + 3. ഇനി ജി ഓഫ് വൈ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? y - 3/4. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? വൈക്ക് പകരം 4x + 3 കൊടുത്തു, -3 ഡിവൈഡഡ് ബൈ 4. 3 - 3 0 ആവും. ബാക്കി 4x/4 ഈക്വൽ ടു എക്സ് കിട്ടി. മീൻസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. മീൻസ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ n ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താ കാണിക്കണ്ടേ? എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ ആണെന്ന് കാണിക്കണം അല്ലേ? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ കണ്ടുപിടിക്കുകയാണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ ആണ് അല്ലേ? അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്ത് വരും ഇവിടെ? എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ. എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് വൈ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു y - 3/4 ആണ്. അപ്പം എഫ് ഓഫ് y - 3/4 ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 4x + 3 ആണ്. അപ്പോൾ എഫ് ഓഫ് y - 3/4 എന്ത് വരും? 4 × y - 3/4 + 3 വരും അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 4 ക്യാൻസൽ ആയി. പിന്നെ ബാക്കി എന്താ ഉള്ളത്? y - 3 + 3 ഈസ് ഈക്വൽ ടു y കിട്ടി. മീൻസ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് y ഈസ് ഈക്വൽ ടു y. ഇംപ്ലൈസ് ഇതിൻ്റെ അർത്ഥം എന്താ? എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ y എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ജി ഫ്രം y to n defined by g of y is equal to y - 3/4 is the inverse of f from n to y. f from n to y. സോ എഫ് ഇൻവേർട്ടിബിളും ആണ്. എഫിൻ്റെ ഇൻവേഴ്സ് ഏതാണ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. അപ്പം ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഈ ഒരു രീതി സെയിം ആണ്. എല്ലാ ക്വസ്റ്റിനും തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ഇതേ രീതിയാണ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ നേരെ തിരിച്ചാണ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചുള്ള വേരിയബിളിന് വാല്യൂ കണ്ടുപിടിക്കും. ലാസ്റ്റ് നമ്മൾ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയുടെയും വാല്യൂസ് നോക്കും. ഇങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
മീൻസ് നല്ല ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്, ഇതിൻ്റെ നോട്ട്സ് ഞാനിപ്പം ഡിസ്കസ് ചെയ്ത നോട്ട്സ് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ടെലഗ്രാം ചാനൽ, ഈ നോട്ട്സ് ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ഉറപ്പായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടവർ, ഇന്നത്തെ ഈ ഒരു ക്ലാസ് മീൻസ് നമ്മൾ എന്താ പറയുക, പുതിയൊരു രീതി പരീക്ഷിക്കുന്നതാണ് ഞാൻ. അപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.